എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അതെ, എനിക്ക് നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാനുണ്ട്. എന്താണെന്നറിയോ, എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാനിടുന്ന വീഡിയോസ് എല്ലാം ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിരുന്നല്ലോ. അതായത് യോഗ ചെയ്യുന്നത്, എക്സസൈസ് ചെയ്യുന്നത്, ഡയറ്റ്, അതിനെപ്പറ്റിയൊക്കെ. എൻ്റെ ചാനലിൻ്റെ പേര് ദ വെൽനസ് വേ ബൈ ലക്ഷ്മി എന്നാണ്. അപ്പം നമ്മൾ ഫിസിക്കൽ ഫിറ്റ്നസ് മാത്രം ആയതുകൊണ്ട് നമ്മൾ ഫിറ്റാണോ? നമ്മുടെ മെൻ്റൽ ഫിറ്റ്നസ്സും അത്രയും തന്നെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അങ്ങനെയാണ് താനും. അപ്പോൾ ഈ മെൻ്റൽ ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ട് നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത്? അപ്പം ഞാൻ ഇന്ന് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് എൻ്റെ മനസ്സിൽ ഫീൽ ചെയ്തിട്ടുള്ള കുറച്ച് തോട്ട്സാണ്. അത് നിങ്ങളതിനോട് യോജിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയണം. അതായത് നമ്മൾ ഫിറ്റ്നസ്സിന് വേണ്ടി യോഗ ചെയ്യുന്നു, എക്സസൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഡയറ്റ് ചെയ്യുന്നു, പിന്നെ നമ്മൾ വീട്ടിലെ ജോലികൾ ചെയ്യുന്നു, അങ്ങനെയെല്ലാം ചെയ്ത് പോകുന്നുണ്ട്. നമ്മൾ ഓരോ റൊട്ടീൻ കുറച്ച് കഴിഞ്ഞ് നമ്മളൊരു പ്രായം കഴിഞ്ഞ് നമ്മുടെ പിള്ളേരൊക്കെ വെളിയിലൊക്കെ പോകും, പഠിക്കാൻ പോകും, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ഫ്രീ ടൈം കിട്ടുന്ന സമയത്തും നമ്മളിത് തന്നെ കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം നമുക്ക് മനസ്സിന് സന്തോഷം കിട്ടുന്ന എന്ത് കാര്യമായിരിക്കും നമ്മൾ ചെയ്യുന്നത്? ആ ഒരു മനസ്സിന് സന്തോഷം കിട്ടുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോഴായിരിക്കുമല്ലോ നമ്മുടെ മൈൻഡ് ഫ്രീ ആകുന്നത്, പിന്നെ പിറ്റേ ദിവസം അതിനുള്ള എനർജി കിട്ടുന്നതും. ഞാനൊക്കെ ഓർക്കുന്നുണ്ട്, എൻ്റെ അമ്മയൊക്കെ രാവിലെ എന്നും റുട്ടീൻ പോലെ ജോലി ചെയ്യും, വൈകുന്നേരം ആകുമ്പം ജോലി തീരും, പിറ്റേ ദിവസം രാവിലെ പിന്നെയും അതേ റുട്ടീൻ. അമ്മ അങ്ങനെ പുറത്ത് പോകുന്നതായിട്ടോ, അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും കൂടെ വല്ലപ്പോഴും പോകുന്നതായിട്ടോ, അല്ലെങ്കിൽ അമ്മ ഒറ്റയ്ക്കൊന്നും പുറത്ത് പോകുന്നതായിട്ട് എനിക്ക് ഓർമ്മയേ ഇല്ല. അപ്പം ഞാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് ചേഞ്ച് വന്നിട്ടുള്ളൊരു കാര്യം, ഞാനും അങ്ങനെ തികച്ചും എപ്പോഴും ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ ഡിപ്പെൻഡ് ചെയ്യണം, നമുക്കൊന്ന് പുറത്ത് പോകാം, അല്ലെങ്കിൽ നമുക്കൊന്ന് എനിക്ക് തോന്നുമ്പോഴൊക്കെ, ചിലപ്പോൾ അവർ ഫ്രീ ആയിരിക്കത്തില്ല, ഒന്നെങ്കിൽ ഹസ്ബൻഡ് ഫ്രീ ആയിരിക്കത്തില്ല, ഫ്രണ്ട്സ് ഫ്രീ ആയിരിക്കത്തില്ല, പിള്ളേർക്ക് ബിസി ആയിരിക്കും. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി നമുക്ക് തന്നെ ഒന്ന് പുറത്ത് പോകണം, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഒരു ഷോപ്പിംഗ് മോളിൽ പോയിട്ട് നമ്മൾ തന്നെ ഒരു സാധനം വാങ്ങിച്ചു. ഷോപ്പിംഗ് മോൾ വേണമെന്നില്ല കേട്ടോ, വേറെ എവിടെയെങ്കിലും പോയി ഒരു ചെറിയ സാധനം വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ തന്നെ അതിൻ്റെ ബില്ലൊക്കെ പേ ചെയ്ത് വെളിയിൽ വന്ന് നമ്മൾ തന്നെ ഒരു ജ്യൂസ് കുടിക്കാനായിട്ട് ഒരു ജ്യൂസ് കോർണറിൽ കയറി, അല്ലെങ്കിൽ ഒരു കോഫി ഷോപ്പിൽ കയറി, അല്ലെങ്കിൽ ഒരു ലഞ്ച് കഴിക്കാൻ കയറി, അങ്ങനെ ഒറ്റയ്ക്ക് നമ്മൾ ചെയ്തിട്ട് തിരിച്ച് വീട്ടിൽ വരും. വീട്ടിൽ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു നമ്മൾ ഇത്രയൊക്കെ ചെയ്തല്ലോ, നമുക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, അത് ഭയങ്കര നമുക്ക് സാറ്റിസ്ഫാക്ഷൻ നന്നായിട്ട് തരുന്ന ഒരു കാര്യമാണ്. അതിന് ചിലപ്പം ആദ്യം വേണ്ടത് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആണ്. അത് നമുക്ക് നേടിയെടുക്കാവുന്നേ ഉള്ളൂ. ഇന്നത്തെ കാലത്ത് ഏത് രീതിയിലും നമുക്ക് വീട്ടിലിരുന്ന് ക്ലാസ്സസ് എടുക്കാം, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെ നമ്മൾ നമ്മുടെ ജീവിതത്തെ മെയിൻ ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മുടെ ഹാപ്പിനെസ് നമ്മൾ തന്നെ കണ്ടുപിടിക്കുക. അത് നമുക്ക് തന്നെ ചെയ്യാനുള്ളത്, ആരെയും ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കാതെ നമുക്ക് തന്നെ എല്ലാം ചെയ്യാൻ പറ്റണം, നമ്മുടേതായ ചെറിയ ചെറിയ സന്തോഷങ്ങൾക്ക്. അങ്ങനെ നമ്മൾ തന്നെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ഡ്രൈവിംഗ് പഠിക്കാൻ, ഒരു 2 വീലറെങ്കിലും ഓടിക്കാൻ പഠിക്കുക, നമ്മളൊന്ന് പുറത്ത് പോവുക, നമ്മുടെ കാര്യങ്ങൾ വീട്ടിൽ വന്ന്. അപ്പം നമ്മൾ ഹാപ്പി ആകുമ്പോൾ നമ്മുടെ ഹസ്ബൻഡിനും ഹാപ്പിനെസ്, പിള്ളേർക്കും ഹാപ്പിനെസ്, അവർക്കാർക്കും സ്ട്രെസ് ഇല്ല, നമ്മുടെ കൂടെ വരണം, അവർക്ക് അയ്യോ ഇനിയും വരണമല്ലോ, ഞാൻ ടയേർഡായി, ഒന്നുമില്ല, നമ്മളും ഹാപ്പി, അവരും ഹാപ്പി. അപ്പോൾ അങ്ങനെ ഒരു ഹാപ്പി ആയിട്ടൊരു ലൈഫ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആവണം. ഇൻഡിപെൻഡൻസ് തന്നെയാണ് സ്വാതന്ത്ര്യം എന്നല്ല, ഇൻഡിപെൻഡൻസ് തന്നെയാണ് ഹാപ്പിനെസ്. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പം നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയെങ്കിൽ നമുക്ക് സന്തോഷം, കൂടെ നമ്മുടെ ഫാമിലിക്കും സന്തോഷം. അതല്ലേ വെൽനെസ് വേ. ഇത്രയാണ് ഞാനിന്ന് പറയാൻ ഉദ്ദേശിച്ചത്. ഇത് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ? അത് നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുമോ, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഇതൊക്കെ കമൻറ്റ് സെക്ഷനിലൂടെ എന്നോട് പറയണേ. ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു ലക്ഷ്മി.